നമസ്കാരം. ദ ലീഡറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. കേരള രാഷ്ട്രീയത്തിലും വികസന ഭൂപടത്തിലും ഇനി വരാൻ പോകുന്നത് ചർച്ചകളുടെ കൊടുങ്കാറ്റാണ്. അധികമാരും ശ്രദ്ധിക്കാതെ പോയ, എന്നാൽ വരും ദിവസങ്ങളിൽ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്ന ആ വലിയ പ്രഖ്യാപനം ഒടുവിൽ പുറത്തു വന്നിരിക്കുകയാണ്. പുതിയ UDF സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള ആദ്യ പുതുക്കിയ ബജറ്റ് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ അതിൽ ആരും പ്രതീക്ഷിക്കാത്തൊരു വലിയ വെടിവെപ്പ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കേവലം ഒരു തുക വകയിരുത്തലല്ല ഇത്. വരും ദശകങ്ങളിൽ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു മാസ്റ്റർ പ്ലാനാണ് മുഖ്യമന്ത്രി സഭയിൽ തുറന്നുവിട്ടിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 400 കോടി രൂപയുടെ വമ്പൻ പദ്ധതി മിഷൻ സമുദ്ര എന്ന പേരിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് കേരളത്തെ ഒരു ആഗോള പോർട്ട് സിറ്റിയാക്കി മാറ്റുക എന്നതാണ്. മുൻ സർക്കാർ വിഭാവനം ചെയ്തതിലും അപ്പുറത്തേക്ക് കടലും കരയും റെയിൽവേയും ഉൾനാടൻ ജലപാതകളും ഒന്നിപ്പിക്കുന്ന ഒരു കൂറ്റൻ മാരിടൈം നെറ്റ്വർക്കാണ് ഈ മാസ്റ്റർ പ്ലാനിന്റെ ആകെത്തുക. കേരളത്തിന്റെ 600 കിലോമീറ്റർ നീളമുള്ള തീരപ്രദേശവും വിഴിഞ്ഞവും വെള്ളാർപാടം കണ്ടെയ്നർ ടെർമിനലും അടക്കമുള്ള അന്താരാഷ്ട്ര തുറമുഖങ്ങളും ഒപ്പം 17ഓളം വരുന്ന മൈനർ പോർട്ടുകളും കൈകോർക്കുന്ന ഒരു പുതിയ യുഗം. ഇത് വെറും ഒരു പ്രഖ്യാപനമല്ലെന്ന് വ്യക്തമാക്കുന്നത് വിഴിഞ്ഞത്ത് വരാൻ പോകുന്ന അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കപ്പൽ നിർമ്മാണ അറ്റകുറ്റപ്പണി കേന്ദ്രമാണ്. ഒരു വലിയ കപ്പൽ ചാല് നമ്മുടെ വിരൽത്തുമ്പിൽ ഉണ്ടായിട്ടും ഇതുവരെ നമ്മൾ തൊടാതെ പോയ മേഖലകളിലേക്കാണ് പുതിയ സർക്കാർ ഈ 400 കോടിയുടെ പദ്ധതിയുമായി കടന്നു ചെല്ലുന്നത്. വികസനവും ജനക്ഷേമവും ഒരുപോലെ കൊണ്ടുപോകുമെന്നും സദ്ഭരണത്തിലൂടെ ഒരു പുതുയുഗ കേരളപ്പിറവിയാണ് ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറയുമ്പോൾ അതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയവും വികസനപരമായ കണക്കുകൂട്ടലുകളുമുണ്ട്. മുൻ സർക്കാർ പാസാക്കിയ സമ്പൂർണ്ണ ബജറ്റിന്മേൽ ഒരു പുതുക്കൽ വരുത്തിക്കൊണ്ട് പുതിയ സർക്കാർ ഈ മാസ്റ്റർ പ്ലാൻ സഭയിൽ വയ്ക്കുമ്പോൾ അത് പ്രതിപക്ഷ നിരകളെ പോലും അമ്പരപ്പിച്ചിരിക്കുകയാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പുതിയൊരു പാത വെട്ടി തുറക്കാൻ പോകുന്ന ഈ പദ്ധതി വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ സംവാദങ്ങൾക്ക് വഴിവെക്കും എന്നുറപ്പാണ്. തീരപ്രദേശങ്ങളെയും ഗ്രീൻഫീൽഡ് നഗരങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഈ പുതിയ സാമ്പത്തിക ഇടനാഴി കേരളത്തിന് സമ്മാനിക്കാൻ പോകുന്നത് എന്താണ്? മുഖ്യമന്ത്രി VD സതീശൻ ബജറ്റിൽ ഒളിപ്പിച്ചു വെച്ച ഈ 400 കോടിയുടെ മാസ്റ്റർ പ്ലാൻ കേരളത്തെ എങ്ങോട്ടായിരിക്കും നയിക്കുക? വരും ദിവസങ്ങളിൽ നിയമസഭയ്ക്കുള്ളിലും പുറത്തും ഈ മിഷൻ സമുദ്ര ഉണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ എന്തായിരിക്കും? വരും ദിവസങ്ങളിൽ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരിക തന്നെ ചെയ്യും. ഒരുപക്ഷെ ഈ സമുദ്രത്തിൽ നിന്നുയർന്നു വരുന്ന ചെറിയ ചെറിയ തിരമാലകളെ പോലും പ്രതിരോധിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിന് സാധിക്കാതെ വരുന്ന ഒരു അഭൂതപൂർവമായിട്ടുള്ള കാഴ്ചക്കായിരിക്കും കേരളം സാക്ഷ്യം വഹിക്കുക.